നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. 40 വർഷത്തിലേറെയായി ആകാശവാണിയിലൂടെ നിങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. കാലം ടെക്നോളജിയുടെ തേരിൽ സഞ്ചരിക്കുന്ന ഈ അവസരത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നിർമ്മിച്ച വാർത്താ പ്ലാറ്റ്ഫോമിലൂടെ ആ ഭാഗ്യം എന്നിലേക്ക് വീണ്ടും എത്തുകയാണ്. 6 വർഷം മുൻപ് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ വാർത്തകളോടൊത്തുള്ള എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് വാർത്തയിലൂടെ ഈ ലോകത്തേക്ക് മടങ്ങിയെത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിനും ജനാധിപത്യത്തിനും പ്രാധാന്യമുള്ള വാർത്തകളും സംഭവ വികാസങ്ങളും വീണ്ടും നിങ്ങളുമായി പങ്കിടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ആരംഭിക്കാം. ഈ ആഴ്ച രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മോശം സന്ദേശങ്ങൾ അയച്ചെന്ന മോഡലും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജും എഴുത്തുകാരിയായ ഹണി ഭാസ്കരനും ആരോപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതൊരു കോളിളക്കമാകുന്നത് പക്ഷേ ഒരു മാധ്യമപ്രവർത്തകയുടെ തുറന്നു പറച്ചിലോടെയാണ്. രാഹുലുമായുള്ള ബന്ധത്തിൽ താൻ ഗർഭം ധരിച്ചുവെന്നും രാഹുൽ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഗർഭഛിദ്രം നടത്തിച്ചെന്നും ആയിരുന്നു വെളിപ്പെടുത്തൽ. യുവതിയും രാഹുലും തമ്മിൽ നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേരളം ഇളകിമറിഞ്ഞു. അതുവരെ ഒപ്പം നിന്ന പാർട്ടി രാഹുലിനെ കൈവിട്ടു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ നിർബന്ധിതനായി. ആരോപണ പ്രവാഹം അവിടം കൊണ്ടും അവസാനിച്ചില്ല. കൂടുതൽ ഗൗരവമുള്ള ആരോപണവുമായി ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് രംഗത്തെത്തി. എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണം എന്ന രാഹുൽ സന്ദേശം അയച്ചെന്ന് ആ കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. MLA സ്ഥാനത്തു നിന്നും രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുകയാണിപ്പോൾ. രമേശ് ചെന്നിത്തലയും VD സതീശനും ജോസഫ് വാഴക്കനും ഉൾപ്പെടെ രാഹുലിനെതിരെ പരസ്യ പ്രതികരണം നടത്തി. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണം എന്നതാണ് KPCCയിലെ പൊതുവികാരം. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് സണ്ണി ജോസഫ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കളിൽ നിന്നും വലിയ രാജി സമ്മർദ്ദം ഉയരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ അതായത് CPM-ഉം BJP-യും പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇരകളെ നിശബ്ദരാക്കാൻ രാഷ്ട്രീയ അധികാരം പലപ്പോഴും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. ഹൂ കെയേഴ്സ് എന്ന രാഹുലിൻ്റെ പ്രതികരണം വോട്ട് നൽകി അദ്ദേഹത്തെ വിശ്വസിച്ച് നിയമസഭയിലേക്ക് അയച്ച ജനങ്ങളുടെ നേർക്കുള്ള വെല്ലുവിളിയും അധിക്ഷേപവുമായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുതൽ ലിംഗസമത്വം വരെയുള്ള നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണാണ് കേരളത്തിൻ്റേത്. കേരളത്തിൻ്റെ പൊതുസമൂഹം തീർച്ചയായും കെയർ ചെയ്യുക തന്നെ ചെയ്യും എന്നതാണ് രാഷ്ട്രീയ ഭേദമന്യേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികൾക്കെതിരെ ഉയരുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയ ധാർമ്മികത മാത്രമല്ല, സാമൂഹികവും വ്യക്തിപരവുമായ ധാർമ്മികതയും ആവശ്യമാണ്. ബീഹാറിനെ ഇളക്കിമറിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്ര അഥവാ വോട്ട് അവകാശ യാത്രയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. രാഹുലിന്റെ യാത്രയിലെ അഭൂതപൂർവമായ ജനപങ്കാളിത്തം രാജ്യമെങ്ങും കോൺഗ്രസ് അണികളെ ആവേശത്തിലാക്കുന്നുണ്ട്. രാജ്യമാകെയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നതായി യാത്ര. രാഹുലിന്റെ മുദ്രാവാക്യം ചെറുപ്പക്കാർ വ്യാപകമായി സ്വീകരിക്കുന്നത് BJP-യെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അങ്കലാപ്പിലാക്കിയിട്ടുമുണ്ട്. RJD നേതാവ് തേജസ്വി യാദവും യാത്രയിൽ രാഹുലിനൊപ്പമുണ്ട്. വോട്ടവകാശം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് യാത്രയിലുടനീളം രാഹുൽ തൊഴിലാളികളുമായും യുവാക്കളുമായും സംസാരിച്ചത്. ഓഗസ്റ്റ് 23-ന് അദ്ദേഹം കതിഹാർ സന്ദർശിച്ചു. അവിടെ അദ്ദേഹം മഖണ കൃഷി ചെയ്യുന്ന കർഷകരെ കണ്ടുമുട്ടുകയും ഇടനിലക്കാരുടെ ചൂഷണത്തിലേക്കും അവർ നേരിടുന്ന ആഴത്തിൽ വേരൂന്നിയ വിപണി അസമത്വങ്ങളിലേക്കും അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചു. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അവകാശ യാത്ര ഒരു പ്രതീകാത്മക ജാഥ എന്നതിലുപരി കോൺഗ്രസിന്റെ സുപ്രധാന രാഷ്ട്രീയ നീക്കമായി കണക്കാക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ബീഹാർ. അതിനാൽ തന്നെ
വോട്ടവകാശ വിഷയം ഉന്നയിക്കുന്നത് സമയോചിതവും തന്ത്രപരവുമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം സംബന്ധിച്ച ആരോപണങ്ങൾ വോട്ട് ചോരി എന്ന മുദ്രാവാക്യത്തിലൂടെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യിക്കാൻ രാഹുലിനും കോൺഗ്രസ് പാർട്ടിക്കും കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ദുർബലമായ ഇന്ത്യ സഖ്യത്തിന് രാഹുലിന്റെ യാത്ര പുതുജീവൻ നൽകുന്നു. തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധി വാഹനമോടിച്ച് കർഷകരുടെയും തൊഴിലാളികളുടെയും യുവാക്കളുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ വോട്ടർ അവബോധം മാത്രമല്ല, പ്രതിപക്ഷ ഐക്യവും ഉയർത്തിക്കാട്ടുന്നു. കേരളം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. ഓണമെങ്കെടുത്തു. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ഔദ്യോഗിക ആഘോഷങ്ങൾ. ഈ വർഷം തിരുവോണം എത്തുന്നത് സെപ്റ്റംബർ 5-നാണ്. വിപണികൾ സജീവമായി കഴിഞ്ഞു. കലാകാരന്മാർക്കൊക്കെ വേദി ഉറപ്പാക്കിക്കൊണ്ട് കേരള ടൂറിസം സാംസ്കാരിക പരിപാടികൾക്കുള്ള രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉത്സവ ഭാരം ലഘൂകരിക്കുന്നതിനായി കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ അർഹരായവർക്കും ഒരു ഗഡു DA/DR അനുവദിച്ചു. കേരളത്തിലെ കേന്ദ്ര ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് 25-ന് മുൻകൂറായി നൽകും. ഒരു വശത്ത് ആഘോഷങ്ങളും സദ്യകളും പൂക്കളങ്ങളും ഒരുങ്ങുമ്പോൾ മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യുവാൻ പാടുപെടുകയാണ് സർക്കാർ. ട്രഷറി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബില്ലുകൾക്കുള്ള ക്ലിയറൻസ് 25 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി കുറച്ചു. ഓണം വെറുമൊരു ഉത്സവമല്ല, അത് കേരളത്തിന്റെ ഹൃദയമിടിപ്പാണ്. സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. ഇത്തവണത്തെ ഓണം നമുക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ്. ഉത്തരവാദിത്വത്തോടെ നമുക്ക് ഓണം ആഘോഷിക്കുവാൻ കഴിയുമോ? ഓണം കൂടുതൽ ഹരിതാഭവും മാലിന്യരഹിതവും കൂടുതൽ സുസ്ഥിരവുമാക്കുവാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുവാനുള്ള അവസരം. വിവാദങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ആകെ 15 ബില്ലുകളാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കിയത്. ഇതിൽ 2026 ഏപ്രിൽ മുതൽ ലഘൂകരിക്കപ്പെടുന്ന ആദായ നികുതി ബില്ലും ഉൾപ്പെടുന്നു. സമ്മേളനം പ്രക്ഷുബ്ധമായിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രത്യേകിച്ച് ബീഹാറിൽ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. ബില്ലുകൾ വേഗത്തിൽ പാസാക്കിയതിനാൽ വേണ്ടത്ര ചർച്ചകളോ കൂടിയാലോചനകളോ നടന്നില്ലെന്ന പരാതികൾ ഉയർന്നു. നിയമനിർമ്മാണത്തിന്റെ മേന്മ എന്നത് പാസാക്കുന്ന ബില്ലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, നിയമങ്ങളുടെ ഗുണനിലവാരം, അവയുടെ സുതാര്യത, പങ്കാളിത്തം എന്നിവയിലും കൂടി അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തിടുക്കത്തിൽ പാസാക്കുമ്പോൾ പൗരന്മാർക്ക് അവയുടെ ആഘാതം മനസ്സിലാക്കാൻ പലപ്പോഴും സാധ്യത കുറയുന്നു. അത് നികുതികളെക്കുറിച്ചായാലും ഡേറ്റകളെക്കുറിച്ചായാലും പൗരാവകാശങ്ങളെക്കുറിച്ചായാലും വ്യത്യസ്തമല്ല. അങ്ങനെ ഇന്നത്തെ സുപ്രധാനം ഇവിടെ പൂർത്തിയാവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളിൽ ഏവരിലേക്കും എത്തുവാൻ കഴിയുന്നത് എനിക്ക് വളരെ പ്രത്യേകമായ ഒരു അനുഭവമാണ്. ശ്രദ്ധിച്ചതിനും നിങ്ങളുടെ സമയം നൽകി എന്നെ വീണ്ടും ശ്രവിച്ചതിനും നന്ദി. വാർത്തയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം.